ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ 1-2 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. വേറൊന്നുമില്ലടോ, ഒരു പനി വന്നു, വീണ്ടും ദേ കിടക്കുന്നു അടുത്ത പനി. അങ്ങനെ അതൊക്കെ മാറി വരുന്നേ ഉള്ളൂ. അപ്പം ഇനിയും വീഡിയോസൊന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലോങ് ആയി പോയില്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ പതിയെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് അത് തന്നെ, എങ്ങനെയാണ് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ന് ബ്ലൈൻഡ് ബാഗിൻ്റെ വീഡിയോ ചെയ്താലും അതിൻ്റെ താഴെ എപ്പോഴും എന്താ പറയുക റിക്വസ്റ്റ് വരുന്നതാണ് എങ്ങനെ അത് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഇതുപോലൊരു ഷീറ്റ് എടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പേജാണ് ആദ്യം സെറ്റാക്കേണ്ടത്. അപ്പോൾ കുറോമിയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള തീം കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു. ദെൻ നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ ടാസ്ക് ആണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ പേപ്പർ കോപ്പി ആപ്പ് എടുക്കുക, അങ്ങോട്ട് കോപ്പി ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്രണ്ട് പേജ് സെറ്റായി കിട്ടും. അതായത് നമുക്കൊരു ബാഗ് പോലെയാണ് കേട്ടോ വേണ്ടത്. ആ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത പാർട്ട് എടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്കും എൻ്റെ മണി പ്ലാന്റൊക്കെ അത്ര വലുതായിട്ടുണ്ട് കേട്ടോ. അപ്പം എനിവേസ് ഇനി നമ്മുടെ ബാഗിൻ്റെ ബാക്ക് സൈഡ് സെറ്റാക്കണം. ഇതുപോലെ കോമൺ, അൺകോമൺ, റയർ, ലെജൻഡറി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, നമുക്ക് ഏത് കാറ്റഗറി പെട്ടതാണ് കിട്ടിയിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാഗ് ഏകദേശം സെറ്റായി. ഇനി നമുക്ക് സ്ക്വിഷി സെറ്റാക്കണം. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നു, കളർ ചെയ്യുന്നു. ദെൻ എന്താ പറയുക, സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇതിൽ നമ്മൾ പശയെ യൂസ് ചെയ്യില്ല കേട്ടോ. ഇതിൻ്റെ മെയിൻ അതാണ്, പേപ്പർ ആൻഡ് എന്താ പറയുക സെല്ലോ ടേപ്പ്, അത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതുപോലെ എന്താ പറയുക പഞ്ഞി വെച്ചിട്ട് ഫില്ല് ചെയ്ത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്വിഷി സെറ്റായി. പിന്നെ നിങ്ങൾക്കൊരു ലാഗും കാര്യങ്ങളൊന്നും തോന്നിക്കേണ്ട വിചാരിച്ചിട്ടാട്ടോ ഞാനിങ്ങനെ പെട്ടെന്ന് കാണിച്ചു പോണേ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ സ്ക്വിഷി വെക്കാനായിട്ട് ഒരു കവർ വേണമല്ലോ. അപ്പോൾ ഒരു A4 ഷീറ്റിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് ഇതുപോലെ മടക്കി L ഷേപ്പിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ ബ്ലൈൻഡ് ബാഗ്സ് ഒക്കെ എന്തിനാണ് ചെയ്യുന്നത്, ഉപകാരം എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട്. ശരിക്കും ഇത് കുട്ടികൾക്കാണ് മെയിനായിട്ട്. പിന്നെ കൊറിയയിലും ചൈനയിലൊക്കെ ഓൾറെഡി ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് നമുക്കത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ ഇതിൻ്റെ ഉപകാരം എന്താണെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ എടുത്തു പറയാൻ മാത്രം പ്രത്യേകിച്ച് ഒരു ഉപകാരമില്ല. നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു രീതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മൾ 2 സ്ക്വിഷീസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് രണ്ടിനെയും ഇതുപോലെ കവറിലൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ കോപ്പി ആപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണോ സ്റ്റിക്കേഴ്സ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെയും ഇതുപോലെ ഒരു കവറിലാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും മേളിൽ കോസ്റ്റ്യൂം മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം വേറെ ഒന്നുമില്ല, ആ ഒരു ക്യൂരിയോസിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിനകത്ത് എന്താണെന്നൊന്നും അറിയണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3 ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇനിയൊന്നുമില്ല, ഈ ഗോട്ടെന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടെ ആഡ് ചെയ്യണം. അതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഏത് കാറ്റഗറിയിൽ പെട്ട സംഭവങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൂടെ ചെയ്തിട്ട് ആ ഒരു ബാഗിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം. അത്രയേ ഉള്ളൂ, ബ്ലൈൻഡ് ബാഗ് സെറ്റായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ചെയ്തു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാനത് റിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിലായിട്ട് നമ്മുടെ ടോപ്പ് കമൻറ്റിലുള്ള ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.